ബി.ജെ.പിയിൽ നിന്ന് മറുകണ്ഠം ചാടാൻ ആളുകൾ തയ്യാറാണെന്ന് രാഹുൽ ഗാന്ധി. മോദി ക്യാമ്പിലെ അസന്തുഷ്ടർ ഞങ്ങളെ ബന്ധപ്പെടുന്നുണ്ട്. രാഹുലിന്റെ വെളിപ്പെടുത്തൽ ഫിനാൻഷ്യൽ ടൈംസിന് നൽകിയ അഭിമുഖത്തിലാണ്. ഡൽഹിയിൽ നിന്ന് അനൂപ് ദാസ് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനൂപ്, ഈ പ്രതിപക്ഷത്തിരിക്കാൻ ഇന്ത്യ സഖ്യം തീരുമാനിച്ച സമയത്ത് ഒരു വാചകം കൂടി അന്ന് പറഞ്ഞിരുന്നു, ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനമെടുക്കുമെന്ന്. അപ്പം സ്വാഭാവികമായും അപ്പുറത്ത് സഖ്യകക്ഷികളാണ്, ബി.ജെ.പിക്ക് ഭൂരിപക്ഷമില്ല, അസംതൃപ്തർ പലരുണ്ട്, പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ആളുകളുണ്ട് എന്ന് തുറന്നു പറയുകയാണോ രാഹുൽ? അതെ ആര്യ, അങ്ങനെയുള്ള ആളുകൾ ബി.ജെ.പിക്കകത്തും സഖ്യ പാർട്ടികളിലും ഉണ്ട് എന്ന് രാഹുൽ ഗാന്ധി വ്യക്തമാക്കുകയാണ്. ഈ അഭിമുഖം രാഹുൽ ഗാന്ധി നൽകിയത് തെരഞ്ഞെടുപ്പ് വിധി വന്ന് അധിക ദിവസങ്ങൾ കഴിയുന്നതിന് മുൻപാണ്. അതായത് അപ്പോഴത്തേക്ക് തന്നെ പല ആളുകളും കോൺഗ്രസുമായി സംസാരം ആരംഭിച്ചു എന്ന് വേണം രാഹുൽ ഗാന്ധിയുടെ ഈ അഭിമുഖത്തിലെ വാക്കുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കാൻ. എന്തായാലും പ്രശ്നങ്ങൾ കുറേയേറെ ബി.ജെ.പിക്കകത്തും ആ സഖ്യത്തിലുമുണ്ട്. അത് ഞങ്ങൾ വേണ്ട സമയത്ത് മുതലെടുക്കുമെന്നായിരുന്നു ആദ്യം മുതൽ തന്നെ, തിരഞ്ഞെടുപ്പ് ഫലം വന്ന് ആദ്യം മുതൽ തന്നെ മല്ലികാർജുൻ ഖാർഗെ ആണെങ്കിൽ, കെ.സി. വേണുഗോപാൽ ആണെങ്കിൽ, മറ്റ് മമതാ ബാനർജി ഉൾപ്പെടെയുള്ള മറ്റ് ഇന്ത്യ സഖ്യത്തിലെ നേതാക്കളാണെങ്കിൽ പറഞ്ഞുകൊണ്ടിരുന്നത് രാഹുൽ ഗാന്ധി കുറച്ചുകൂടി കടന്ന് ബി.ജെ.പിയിൽ നിന്ന് പലരും ആ കപ്പലിൽ നിന്ന് ചടാൻ തയ്യാറായി നിൽക്കുന്നു എന്ന് സൂചിപ്പിക്കുന്ന വരികൾ പറയുന്നതാണ് ഈ അഭിമുഖത്തിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റൊന്ന്, രാഹുൽ ഗാന്ധി അഭിമുഖത്തിൽ പറയുന്നുണ്ട്, ഞങ്ങൾ പ്രതിപക്ഷ നേതാക്കളുടെ കൈ പിറകിൽ കെട്ടിയിട്ടിട്ടാണ് ഈ തിരഞ്ഞെടുപ്പ് നടത്തിയത്. അല്ലാതെ സാധാരണ നിലയിൽ ഒരു എല്ലാവർക്കും അനുകൂലമാകുന്ന നിലയിൽ, എല്ലാവർക്കും അവസരം ലഭിക്കുന്ന നിലയിൽ തിരഞ്ഞെടുപ്പ് നടത്തിയിരുന്നെങ്കിൽ ഇന്ത്യ സഖ്യം അധികാരത്തിലെത്തിയേനെ എന്നുകൂടി രാഹുൽ ഗാന്ധി പറയുന്നുണ്ട്. എന്തായാലും അതിശക്തമായ പ്രതിപക്ഷമായി ഞങ്ങൾ മുന്നോട്ട് പോകും എന്ന് ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഈ അഭിമുഖത്തിലാകെ രാഹുൽ ഗാന്ധി.